നമസ്കാരം, എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. നമുക്കൊരു കഥ കേട്ടു നോക്കാം. ദണ്ഡകാരണ്യ സമയത്ത് ശ്രീരാമൻ ഒരിക്കൽ പമ്പ സരോവര തടാക തീരത്ത് എത്തി. ശ്രീരാമൻ അത്യധികം ദാഹിച്ചതിനാൽ തടാകത്തിലെ വെള്ളം കുടിക്കാൻ അദ്ദേഹം ഭൂമിയിൽ മുട്ടുകുത്തി. അറിയാതെ ഒരു തവളയുടെ മേൽ തൻ്റെ വില്ലു വെച്ചു. വെള്ളം കുടിച്ച ശേഷം വില്ലെടുക്കാൻ ഒരുങ്ങിയ ശ്രീരാമൻ മനസ്സിലാക്കുന്നു, തൻ്റെ വില്ല് വെച്ചത് ഒരു തവളയുടെ പുറത്താണ്. ഭാരത്താൽ തവളയ്ക്ക് സാരമായി മുറിവേറ്റിരിക്കുന്നതായും അദ്ദേഹം കണ്ടെത്തി. ശ്രീരാമന് വളരെയധികം സഹതാപം തോന്നി. അദ്ദേഹം അതിനോട് ചോദിച്ചു, അങ്ങ് എന്താണ് ഈ മുറിവേറ്റിട്ടും എന്നോട് പരാതി പറയാതിരുന്നത്? എത്രയോ വലിയ തൊണ്ടയാണ് ഞാൻ നിനക്ക് തന്നത്. നിനക്ക് കരയുകയോ അപേക്ഷിക്കുകയോ ചെയ്യാമായിരുന്നില്ലേ? തവള പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ, എനിക്ക് വിഷമമുണ്ടായപ്പോഴെല്ലാം ഞാൻ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് ശ്രീരാമൻ തന്നെയാണ് എന്നെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. ആരെയാണ് ഞാൻ വിളിച്ച് കരയേണ്ടത്? ഞാൻ പരാതി പറയുന്നില്ല. അങ്ങയുടെ ഇഷ്ടം പോലെ ഞാനിത് സ്വീകരിക്കുന്നു. ഇത് താങ്ങാനുള്ള ശക്തി അങ്ങെനിക്ക് തന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ഭക്തൻ്റെ നിർമ്മലമായ സ്നേഹത്തിൽ ശ്രീരാമൻ മതിമറന്നു. തൻ്റെ കാൽക്കൽ കിടന്ന തുപ്പല് പുരണ്ട തവളയെ അദ്ദേഹം സ്നേഹത്തോടെ എടുത്തു. മൃദുലമായ കൈകൾ കൊണ്ട് അദ്ദേഹം അവൻ്റെ മാരകമായ വേദനയിൽ നിന്ന് മോചിപ്പിച്ചു. ഈ കഥ രാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞതാണ്. ദൈവത്തിന് കീഴടങ്ങുന്നതിൻ്റെ പ്രവൃത്തി കാണിക്കുവാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ. നാം ഓരോരുത്തരും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കാരുണ്യ സ്പർശത്തിനായി നാം കാത്തിരിക്കേണ്ടതാണ്.